ആത്മീയപാതയിൽ സഞ്ചരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളൊരു സന്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ കൊല്ലൂരിലെ മൂകാംബിക ദേവിയെ ഭജിക്കുക, പ്രാർത്ഥിക്കുക, കൊല്ലൂരമ്മനെ ഒന്ന് കാണാൻ ശ്രമിക്കുക. എല്ലാവർക്കും എളുപ്പത്തിൽ വരാൻ പറ്റില്ല ഇവിടെ. വൺസ് നിങ്ങൾ വന്ന് കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, എപ്പോഴാണെങ്കിൽ വരാം. പക്ഷേ ആ കണക്ഷൻ കിട്ടാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അത് സത്യമാണ്. അത് എത്രയോ ആൾക്കാർ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി ഇരിക്കുന്നവരുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ വന്ന് വിട്ടാൽ അത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. അപ്പോൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് ആത്മീയപാത തുറന്നു കിട്ടിയത്. ഇതിൻ്റെ മുമ്പിൽ സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടും എന്താ പറയുക, ഏത് രീതിയിൽ നോക്കിയാലും ഇവിടെ വന്നിട്ടാണ് എനിക്ക് എല്ലാം കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് ഞാൻ പരമാവധി സമയങ്ങളിൽ ഇങ്ങോട്ടേക്ക് വരാൻ ശ്രമിക്കാറുണ്ട്. ആരെങ്കിലുമൊക്കെ നമ്മുടെ സുഹൃത്തുക്കളോ ഒക്കെ എന്നെ വിളിക്കാറുണ്ട്, അവർ ഇവിടെ ചെല്ലുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ പറ്റിയ ആൾക്കാരാണ് ഞാൻ പോകാറുള്ളത്. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് വരും. സാധാരണ ഒറ്റയ്ക്കാണ് ഞാൻ കൂടുതലും വന്നേക്കുന്നത്. നമ്മൾ ബസ്സിൽ കയറി പോരും. ഇങ്ങോട്ടേക്ക് ബസ്സുണ്ട്, നമ്മുടെ നാട്ടിൽ ബസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ താമസിക്കാം 2 ദിവസം പറ്റുമെന്നുണ്ടെങ്കിൽ. ഇവിടെ അത്ര വലിയ വാടക ഒന്നുമില്ല, ചെറിയ ചെറിയ വാടകയ്ക്ക് റൂംസ് കിട്ടും. അത് ദേവസ്ഥൻ്റെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോട്ടൽസ് ഉണ്ട്. സേഫാണ്, ഏറ്റവും വലിയ കാര്യം സേഫാണ്. ഇവിടുത്തെ ആളുകൾ നല്ലതാണ്, ആരും നിങ്ങളെ പറ്റിക്കില്ല. എല്ലാവരും നല്ല മനുഷ്യന്മാരാണ്. ഇവിടെ വരിക, കണക്റ്റഡ് ആകുക, പിന്നെ നിങ്ങൾക്ക് അത് അലച്ചിലുണ്ടാവില്ല. ഒരു 2-3 കൊല്ലത്തിനുള്ളിൽ നിങ്ങൾക്ക് ഭയങ്കരമായ ഒരു മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി പറയും. ഉറപ്പായിട്ട് നിങ്ങൾ വരണം, കൊല്ലൂർ വരണം. ഇവിടെ വന്ന് ദേവിയുടെ ഒരു അനുഗ്രഹം കിട്ടിയ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ വരെ ഇറങ്ങിപ്പോകും. എൻ്റെ അനുഭവമാണ്. നിങ്ങൾ ശ്രമിക്കുക, നിങ്ങൾക്ക് പറ്റും.